പറയുന്നത് ആ പരമാത്മസ്മരണത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നു. ഉഷൻഹവൈ വാചശ്രവസഹ. ഉഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമയമാനഃ, ആഗ്രഹിക്കുന്നവനായ, ആഗ്രഹമുള്ളവനായ. എന്താഗ്രഹം എന്നുള്ളത് ഇനി പറയും. ആഗ്രഹമുള്ളവനായ വാചശ്രവസഹ. വാചശ്രവസ് ഒരു യജ്ഞം നടത്തുകയാണ്. സർവവേദസം ദദൗ. അദ്ദേഹം ഒരു വലിയ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ആ യജ്ഞം നടത്താൻ എന്തുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു എന്നാണെങ്കിൽ, വിശ്വജിത്ത് എന്ന് പറഞ്ഞൊരു യാഗമാണ് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. അതിനെന്താ കാരണം? കാമയമാനഃ ഉഷൻ, ആഗ്രഹം ഉണ്ടായില്ല. എന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള കാരണം? ആഗ്രഹം വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, വാചശ്രവസഹ. വാചശ്രവ എന്ന് പറഞ്ഞതായ ഒരു വലിയ ഋഷിയുടെ അല്ലെങ്കിൽ വളരെ പ്രസിദ്ധനായ ഒരാളുടെ മകനാണ് വാചശ്രവസ്. ഇപ്പൊ ഈ വാചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം. ആ അന്നം ധാരാളം ദാനം ചെയ്തിരുന്നത് കൊണ്ട് വളരെ കീർത്തിമാനായ ഒരാളായിരുന്നു ഈ വാചശ്രവസിന്റെ അച്ഛൻ. വളരെ പ്രസിദ്ധനായിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെ ഈ വാചശ്രവസിന്റെ മകനായിട്ടുള്ള വാചശ്രവയുടെ മകനായിട്ടുള്ള വാചശ്രവസ് എന്ന് പറയുന്ന നമ്മുടെ നചികേതസിന്റെ അച്ഛന്, അപ്പോൾ സമ്പത്തൊക്കെ ആവശ്യത്തിനുണ്ട്. പൊതുവെ അങ്ങനെയാണല്ലോ സാധാരണ ലോകത്ത് നോക്കിക്കഴിഞ്ഞാലും. സമ്പത്തും നമുക്ക് പദവികളൊക്കെ ഉണ്ടെങ്കിൽ ഇനി നാട്ടിൽ 4 പേരെ അറിയണം, അല്ലെ? അതിനെന്തെങ്കിലും ഒത്തിരി പേരും പ്രശസ്തി ഉണ്ടാവാനുള്ള എന്തെങ്കിലും വഴികൾ നമ്മളൊക്കെയും ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും, അതുകൊണ്ടാണ് ഉഷൻ എന്നുള്ളവരുടെ പേര് കൊടുത്തിട്ടുള്ളത്. ഹാ വൈ എന്നുള്ളത് പ്രസിദ്ധാർത്ഥകമായിട്ടുള്ള ദ്യോതകമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്, മകന്, തനിക്കുള്ള പേരും പ്രശസ്തി അല്ലെങ്കിൽ തന്നെ വേണ്ട രീതിയിൽ ആളുകൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അത്ര പ്രശസ്തനല്ല. അപ്പൊ കുറച്ച് പ്രശസ്തിയൊക്കെ ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അതിനിപ്പോൾ എന്താ ഇനി ചെയ്യാം? അങ്ങനെ ലോകത്തുണ്ടാകാറുണ്ടല്ലോ, ഇത്തിരി പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാം, പൊതുവേദിയിൽ വെച്ച് തന്നെ ഒന്ന് ആദരിച്ചേക്കാം. അത് ആരാ പറഞ്ഞത്? താൻ തന്നെയാണ് പറഞ്ഞത് തന്നെ ആദരിക്കണം എന്നുള്ളത്. അതിന് വേണമെങ്കിൽ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതുപോലെ ഈ ആഗ്രഹമുള്ളവനായിട്ടുള്ള നമ്മുടെ നചികേതസിന്റെ പിതാവ് അപ്പൊ പലരോടും അന്വേഷിച്ചു, അതിനിപ്പോ എന്താ നല്ലതെന്ന് ചോദിച്ചു. ചെറുതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോഴാണ് പറഞ്ഞത്, വിശ്വജിത്ത് എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടൊരു യാഗമുണ്ട്. ആ യാഗം നടത്തിക്കഴിഞ്ഞാൽ സ്വർഗപ്രാപ്തി അതിന്റെ ഫലമുണ്ട്. മാത്രമല്ല എവിടെ പോകുമ്പോഴും പറയും, വിശ്വജിത്ത് യാഗം നടത്തിയ ആളാണാ പോകുന്നത്, പ്രശസ്തനാവും. ഒന്നാ പിന്നെ അത് തന്നെ നടത്തിയേക്കാം, കുറവൊന്നും വേണ്ട എന്നുള്ളത് അദ്ദേഹവും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം യാഗത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ആ വിശ്വജിത്ത് യാഗത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവസ്വദാനമാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ദാനം ചെയ്യും. അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത. അങ്ങനെയുള്ള സർവവേദസം ദത്തോ, സർവസ്വദാനം ചെയ്യുന്നതായ ആ ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു. തസ്യഹ നചികേത നാമ പുത്ര ആസ. അദ്ദേഹത്തിന് നചികേതസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. പുത്രനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, അധിക പ്രായമൊന്നുമില്ല. കുമാരം എന്നാണ് പറയുന്നത്. കുമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് എന്ന് ഏകദേശം പറയുന്നു, ചെറിയ പ്രായം. അതുകൊണ്ട് ഭാഷ്യകാരനായുള്ള അദ്ദേഹം പറയും, കുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂടി എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. പ്രഥമ വയസ്സം സന്തം അപ്രാപ്ത പ്രജനന ശക്തിയും. ആദ്യ പ്രായമാണ് പ്രഥമ വയസ്സം, 5 വർഷം എന്നുള്ളതൊരു ഏകദേശം പറയണു. ഇനി 5 വയസ്സ് തന്നെയാണോ കൃത്യമായിട്ട് കണക്കുള്ളത്? അപ്രാപ്ത പ്രജനന ശക്തിയും, അത്രയേ ഉള്ളൂ, അല്ലേ? വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാനുള്ള പ്രായമായിട്ടില്ല, അതിൽ താഴെയുള്ളതാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ട്. അങ്ങനെയുള്ള ഈ കുഞ്ഞ് അവിടെയുണ്ട്. തംഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധാവിവേശ സോ അമന്യത. അങ്ങനെയുള്ള ആ കുഞ്ഞ് ഇതെല്ലാം കാണുന്നുണ്ട്. അച്ഛൻ ഈ യജ്ഞം നടത്തുന്നു, വലിയ വിശേഷമായിട്ടുള്ള യജ്ഞമാണ്. ഇതൊക്കെ കുഞ്ഞ് ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കിക്കാണുന്നുണ്ട്. അവന് വലിയ സന്തോഷമൊക്കെ തോന്നി. കാരണം തൻ്റെ അച്ഛൻ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു യജ്ഞമൊക്കെ നടത്തുകയല്ലേ. പക്ഷേ ആ യജ്ഞത്തിൽ
ദക്ഷിണാസു നീയമാനാസു, ദക്ഷിണ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിട്ടുള്ള പശുക്കളെയൊക്കെ കണ്ട സമയത്ത് ശ്രദ്ധ ആവിവേശ, ആ കുഞ്ഞിന് ശ്രദ്ധ ഉണ്ടായി. ആ ശ്രദ്ധ ഈ കുഞ്ഞിനെ പിടികൂടി എന്നുള്ളതാണ്. കാരണം എപ്പോഴും ശ്രദ്ധയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളത് പറയും. ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം നേടിയെടുക്കാൻ സാധിക്കൂ. ശ്രദ്ധയാ ദേയം, ശ്രദ്ധയോടുകൂടിയിട്ട് മാത്രമേ ഒരു കാര്യം ദാനം ചെയ്യാൻ പാടുള്ളൂ. അശ്രദ്ധയാ അദേയം, ശ്രദ്ധയില്ലാതെ ആസ്ഥയില്ലാതെ ഒരിക്കലും കൊടുക്കരുത്. അലക്ഷ്യമായിട്ട് ഒരു കാര്യവും ഒരാൾക്ക് കൊടുക്കരുത് എന്നൊക്കെ ശ്രദ്ധയ്ക്ക് വളരെയധികം മാഹാത്മ്യം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഈ കുഞ്ഞിന്, നചികേതസ്സിന് ശ്രദ്ധ ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളത് ഇനി പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഋത്വിക്കുകൾക്ക് ദാനം കൊടുക്കണം, സർവസ്വദാനമാണല്ലോ, എല്ലാം കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർവസ്വദാനത്തിന് ഋത്വിക്കുകൾക്ക് യജ്ഞത്തിന് ദാനം കൊടുക്കാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. ദാനം കൊടുക്കണമെന്നുള്ളത് യജമാനന് നിർബന്ധമുള്ള കാര്യമാണ്. ഇന്നത്രയും ദാനം കൊടുക്കാം എന്നുള്ളത് യജമാനൻ മുൻപേ പ്രതിജ്ഞ ചെയ്യും. ഈ ദാനം വാങ്ങിക്കാം എന്നുള്ളത് ഋത്വിക്കുകളും പ്രതിജ്ഞ ചെയ്യും. കാരണം യജ്ഞത്തിൻ്റെ എപ്പോഴാണോ യജ്ഞം പൂർത്തിയാകുന്നത് ആ സമയത്ത് ഋത്വിക്കുകൾ ദക്ഷിണ വാങ്ങിക്കുമ്പോഴാണ് യജമാനന് പൂർണ്ണമായിട്ട് അതിൻ്റെ പുണ്യം ലഭ്യമാകുന്നത്. കാരണം യജമാനനല്ല യജ്ഞം ചെയ്യുന്നത്, ഋത്വിക്കുകളാണ് യജ്ഞം ചെയ്യുന്നത്. കർമ്മത്തിൻ്റെ ഫലം ആർക്കാ കിട്ടുക? കർത്താവിനാണ് കിട്ടുക, അല്ലേ? കർമ്മം ആരാണോ ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് കർമ്മത്തിൻ്റെ ഫലം കിട്ടുക, അല്ലേ? കർത്താവിനാണല്ലോ കർമ്മത്തിൻ്റെ ഫലം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ യാഗം ചെയ്തതാരാ? ഋത്വിക്കുകളാണ്. അപ്പൊ ഋത്വിക്കുകൾക്കാണ് അതിൻ്റെ ഫലം കിട്ടേണ്ടത്. അപ്പൊ ഈ ഋത്വിക്കുകൾ ചെയ്തതായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം യജമാനൻ ദക്ഷിണ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, തൻ്റേതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദക്ഷിണ എന്നുള്ളത് അതിൻ്റെ ഒരു അംഗമാണ് എന്ന് പറയുന്നത്. ദക്ഷിണ എന്തെങ്കിലും കൊടുത്താലും പോരാ, അതിന് തുല്യമായിട്ടുള്ള, ആ കർമ്മത്തിന് തുല്യമായിട്ടുള്ള ദക്ഷിണയാണ് നൽകേണ്ടത്. അപ്പോഴേ അതിൻ്റെ ഫലം പൂർണ്ണമായി യജമാനന് ലഭ്യമായി തീരും. അങ്ങനെ ഋത്വിക്കുകൾക്കൊക്കെ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പശുക്കളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ധാരാളം പശുക്കളുണ്ട്. കാരണം പണ്ട് സമ്പത്തൊക്കെ പശുക്കളും മറ്റുമായിരുന്നു. അപ്പം ആ പശുക്കളെ കണ്ടതോടുകൂടിയിട്ടാണ് ഈ കുമാരനായിരിക്കുന്ന നചികേതസ്സിന് ശ്രദ്ധയുണ്ടായത്. ആ കുഞ്ഞ് വിചാരിച്ചു, അമന്യത വിചാരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. എന്താ വിചാരിച്ചത്? പീതോദഗാജഗ്ധതൃണ ദുഗ്ധദോഹാനിരിന്ദ്രിയാഃ അനന്താനാമത്തെ ലോകാൻ സ്ഥാൻ സഗച്ഛതി താദദ. തൻ്റെ അച്ഛൻ ഈ കൊടുക്കാൻ പോകുന്നതായ പശുക്കളെ കണ്ടപ്പോൾ ആ കുഞ്ഞ് വിചാരിക്കാൻ തുടങ്ങി, എന്താ ഈ പശുക്കളുടെയൊക്കെ പ്രത്യേകത? കുഞ്ഞ് നന്നായിട്ട് നോക്കി. പീത ഉദക, വെള്ളം കുടിച്ച പശുക്കളാണ്. വെള്ളം കുടിച്ച പശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞ പശുക്കളെയല്ലേ കൊടുക്കേണ്ടത്. അതും ശരിയാണ്. ജഗ്ധതൃണ, പുല്ലും തിന്നിട്ടുണ്ടേ, മോശമായിട്ടാ പറയേണ്ടത്. ദുഗ്ധദോഹ, പാല് കറന്ന പശുക്കളാണ്. ആ പാല് കറന്ന അകിടൊക്കെ കാലിയായി അങ്ങനെ ഉഷാറായിട്ടുള്ള, അല്ലേ, നിറഞ്ഞ അകിടോടുകൂടി നിന്ന് കഴിഞ്ഞാൽ പശുവിന് ബുദ്ധിമുട്ടാണ്. അതിനാണ് കുഞ്ഞിനെ കുടിപ്പിക്കുക, പാല് കറന്നെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സമാധാനമാവും. അപ്പോൾ ഇവിടെ അത് വേറൊരർത്ഥത്തിലാണ് പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പീതോദക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ജീവിതത്തിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു, ഇനി അതിനെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല, ആ നിലയിലായിട്ടുണ്ട് എന്നതാണ്. പീതോദകാഹ ഇത്യാദിന പീതം ഉദകം യാഭിഹി താ പീതോദകാഹ. ജീവിതത്തിൽ കുടിക്കാനുള്ള ലിറ്റർ കണക്കിനുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു, ഇനി അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും കുടിക്കാനുള്ള ശേഷിയില്ല, മരിക്കാറായിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെയുള്ള പശുക്കളെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ളത്. ജഗ്ധതൃണാഹ, ജഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണം. തൃണം യാഭിഹി താ ജഗ്ധതൃണഹ എന്ന് ഭാഷ്യകാരൻ പറയും. പുല്ല് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു, ഇനി അതിനെ ചവയ്ക്കാനോ അയവെട്ടാനോ പോലും സാമർഥ്യമില്ലാത്തതായിട്ടുള്ള ആരെങ്കിലും 4 പേര് പിടിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കും. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള പശുക്കളെയാണ് ദാനത്തിന് കൊടുക്കുന്നത്. ദുഗ്ധദോഹാഹ, പാല് കറന്ന് സന്തുഷ്ടിയോടുകൂടി നിൽക്കുന്ന പശുക്കളല്ല, മറിച്ച് ദുഗ്ധോ ദോഹ ക്ഷീരാക്യോ യാസാം താ ദുഗ്ധദോഹാഹ.
പാല് ഇനി അത് പ്രസവിക്കുക പാലുണ്ടാവുക എന്നുള്ള പ്രതീക്ഷകൾ വേണ്ട, അങ്ങനത്തെ പശുക്കളാണ് കൊടുക്കുന്നത്. മാത്രമല്ല നിരിന്ദ്രിയാഹ അപ്രജനന സമർത്ഥാഹ, ഇനി പ്രസവിക്കാനുള്ള ശേഷിയില്ല. ഇങ്ങനെയുള്ള പശുക്കളെ കിട്ടിയിട്ട് എന്ത് പ്രയോജനമുള്ളത് അല്ലേ? അപ്പം കുറച്ച് നല്ല പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിലുള്ളതിന് ഏറ്റവും മോശമായിട്ടുള്ള പശുക്കളെ കൊണ്ടുവന്ന് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. സർവസ്വദാനം നേരത്തെ പറഞ്ഞുവല്ലോ, ആളുടെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തിരി പേരും പ്രശസ്തി ഉണ്ടാവണം എന്നുള്ളതാണ്. അതിപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതും ഈ കുഞ്ഞ് കണ്ടു, ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം മാറ്റിവെച്ചതായിട്ടുള്ള നല്ല പശുക്കളും ദാനത്തിന് വേണ്ടി കൊണ്ടുവന്നതായിട്ടുള്ള മോശമായ പശുക്കളെയും കണ്ടപ്പോഴാണ്, നിഷ്കളങ്കരായതുകൊണ്ടാണ് ആ കുഞ്ഞ്, കുട്ടികൾക്ക് മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ട്, അപ്പം ആ കുഞ്ഞ് ചിന്തിക്കുകയാണ്, അനന്താനാമത്തെ ലോകാൻ താൻ സഗച്ഛതി താദദ. ഈ ദാനം ചെയ്തു കഴിഞ്ഞാൽ, ദാനം എപ്പോഴും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്, പുണ്യം ഉണ്ടാക്കുന്നതാണ് ദാനം. എന്നാൽ കുൽസിതമായിട്ടുള്ള ദാനമാണെങ്കിൽ, ദാനം എപ്പോഴും ദാതാവിന് ഉപകാരപ്രദമായിട്ടുള്ള വസ്തുക്കളെയാണ് നൽകേണ്ടത്. എന്നാൽ അതിനു പകരം തൻ്റെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി വാങ്ങിക്കുന്നവന് ഒരു ഉപകാരം ഇല്ല എന്ന് മാത്രമല്ല, ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള ദാനം നൽകിക്കഴിഞ്ഞാൽ അത് നരകപ്രാപ്തിക്ക് ഹേതുവായി തീരും എന്നുള്ളതാണ്. പുണ്യമല്ല ഉണ്ടാവുക, നരകപ്രാപ്തിക്കാണ് അത് കാരണമായി തീരുക. കാരണം വെള്ളം കുടിക്കാൻ സാധിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, ഒന്നും സാധിക്കാത്ത ഈ പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കൊണ്ടുപോയ ആൾ കഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് അയാൾ ഈ തന്ന ആളെ ശപിക്കും. അതാണ് ഇപ്പം ഇതിൻ്റെ പ്രയോജനമായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അനന്താനാമലേ ലോകാഹ, യാതൊരു ആനന്ദവുമില്ലാത്തതായ ലോകത്തെയാണ് പ്രാപിക്കുക. ആനന്ദമില്ല എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ടാകുന്ന, അത് നരകസ്ഥാനങ്ങളാണ്. അങ്ങനെയുള്ള ലോകത്തെയാണ് ഇയാൾ പ്രാപിക്കുക. അനാനന്ദാഹ അസുഖനാമാനഹ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നു. ഇത് കണ്ടതോടുകൂടിയിട്ട് കുഞ്ഞിന് വലിയ വിഷമം തോന്നുകയാണ്. തൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ ഈ കുഞ്ഞിനുണ്ടായി. പക്ഷെ നേരിട്ട് പോയി പറയാൻ സാധിക്കില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്. സഹോവാച പിതരം തതഃ കസ്മൈ മാം ദാസ്യസീതി ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യവേ ത്വാ ദദാമീതി. സഹോവാച, അങ്ങനെയുള്ള ആ നചികേതസ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തതഃ കസ്മൈ മാം ദാസസി ഇതി. തത ശബ്ദം സംസ്കൃതത്തിൽ അച്ഛനെയും മകനെയും വിളിക്കാൻ ഉപയോഗിക്കാറുള്ളൊരു ശബ്ദമാണ്. തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത എന്നുള്ളതാണ്. താതൻ എന്നുള്ളത് നമുക്കറിയാം, അച്ഛനെ വിളിക്കാറുള്ളതാണ്. താതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നുള്ളതാണ്. എന്നാൽ അച്ഛൻ മകനെയും സംബോധന ചെയ്യാറുണ്ട്, താത, വത്സ എന്നുള്ള അർത്ഥത്തിൽ. ഉണ്ണി എന്ന് വിളിക്കാറില്ലേ നമ്മുടെയൊക്കെ. അപ്പൊ ആ രീതിയിൽ സംസ്കൃതത്തിൽ താത ശബ്ദം കൊണ്ട് മകനെ സംബോധന ചെയ്യാറുണ്ട്. വളരെ വാത്സല്യത്തോടു കൂടി വിളിക്കുന്നതാണ് താത എന്നുള്ളത്, ഉണ്ണി എന്ന് വിളിക്കുന്നത്. അച്ഛനെ പിന്നെ നമുക്കറിയാം, ഹേ താത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ സംബോധന ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ അച്ഛനെ വാത്സല്യത്തോടു കൂടി കുഞ്ഞു വിളിക്കുന്നു, ഹേ താത കസ്മൈ മാം ദാസസീതി. അല്ലെ, ഈ സർവസ്വദാനം ചെയ്യണം എന്നല്ലേ ഈ യജ്ഞത്തിൻ്റെ, വിശ്വജിത്ത് യജ്ഞത്തിൽ പറയുന്നത്. അപ്പം അങ്ങയുടെ ഒരു സമ്പത്ത്, ഞാനും അങ്ങയുടെ ഒരു സമ്പത്താണല്ലോ മകൻ, എന്നെ ആർക്കാണ് ദാനം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യം ചോദിച്ചു, അദ്ദേഹം അത് വിട്ടു. പക്ഷേ ദ്വിതീയം തൃതീയം വീണ്ടും വീണ്ടും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും ദേഷ്യം വന്നു. നമുക്കൊക്കെ ദേഷ്യം വരുന്നത് പോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവിലൊന്നും നല്ലതല്ല വരിക, അല്ലേ? അത് യോഗ്യമായിട്ടുള്ള ആരാണെങ്കിലും ശരി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേശകാല സമയങ്ങളൊക്കെ നമ്മൾ മറക്കുമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദേഷ്യം വന്നതായിട്ടുള്ള നമ്മുടെ നചികേതസിൻ്റെ പിതാവും ഉടനെ പറഞ്ഞു, മൃത്യുവേത്വാ ദദാമി, ഞാൻ നിന്നെ മൃത്യുവിനാണ് കൊടുക്കുന്നത്, നിന്നെ ഞാൻ കാലിന് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളത് ദേഷ്യത്തിൽ പറഞ്ഞു. അതത് കഴിഞ്ഞു പറഞ്ഞു, അതങ്ങനെ ദേഷ്യം വന്നോടുകൂടി പറഞ്ഞു. പക്ഷേ ഈ കുട്ടി അവിടെ നിന്ന് പോന്നു, അവിടെ നിന്ന് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി. ബഹൂനാമേമി പ്രഥമോ ബഹൂനാമേമി ബധ്യമഃ കിംസിത് യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യതി. അച്ഛൻ ചിലപ്പോൾ
ആ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും. മൃത്യവേത്വാ ദദാമീതി. അല്ലാതെ ആരെങ്കിലും മക്കളെ യമന് കൊടുക്കൂ അല്ലേ? നേരെ മരണത്തിന്. കാരണം എല്ലാവർക്കും മരണത്തെ ഭയമാണ്. അപ്പൊ തൻ്റെ മകനെ മരണത്തിന് കൊടുക്കുക എന്നുള്ളത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് പലരും. പക്ഷേ അങ്ങനെ ഒരിക്കലും പറയരുതെന്നുള്ളതാണ്. അപ്പൊ ഏതാണെങ്കിലും ഈ കുഞ്ഞ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല. ബഹൂനാമേമി പ്രഥമ. ഒരുപാട് പേരെ, ശിഷ്യന്മാരെയോ മറ്റുള്ളവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പലരുടെയും കൂട്ടത്തിൽ ഞാൻ ഉത്തമനായിട്ടുള്ള ഒരാളാണ്. എന്നാൽ അങ്ങനെ ഉത്തമന്മാരെ കുറെ പേരെടുത്തു കഴിഞ്ഞാലോ ബഹൂനാമേമി മധ്യമ. അതിൽ ഞാനൊരു മധ്യമനാണ് അല്ലെ? ഒരുപാട് ഉത്തമരായിട്ടുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ കുറവുകളൊക്കെ എനിക്കും ഉണ്ടാവും. അതിൽ ഞാനൊരു മധ്യമനാണ്. അവരിലേക്കാളും ഉത്തമനായിട്ടുള്ള ശീലങ്ങളൊന്നും ചിലപ്പോൾ എനിക്കില്ലായിരിക്കാം. എന്നാലും ഞാനൊരിക്കലും ഒരു അധമനായിട്ടില്ല. അപ്പൊ ആരാ ഈ ഉത്തമൻ മധ്യമൻ എന്നൊക്കെ ഇപ്പൊ എങ്ങനെ തീരുമാനിക്കുക? അതിന് പറയുന്നുണ്ട്, ഉത്തമരായിട്ടുള്ള സന്താനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമശ്ചിന്തിതം കുര്യാത്. മാതാപിതാക്കളുടെ മനോഗതത്തെ, മാതാപിതാക്കളുടെയോ ഗുരുനാഥന്റെയോ മനസ്സിനെ അറിഞ്ഞ് സമയാസമയത്ത് അവരുടെ മനസ്സിലെ മനസ്സിലാക്കി കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ളവരാണ് ഉത്തമരായിട്ടുള്ള സന്താനങ്ങൾ. പറയേണ്ട ആവശ്യമില്ല, ആ സമയത്തെ അറിഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാൻ കഴിയുന്നവരാണ് ഉത്തമൻ എന്ന് പറയുന്നത്. ഉത്തമഃ ചിന്തിതം കുര്യാത്. ഗുരുനാഥനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് അതിനെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയാവുന്ന ആൾ. മധ്യമനായിട്ടുള്ളതാണെങ്കിൽ പ്രോക്ത കാര്യത്തു മധ്യമ. പറഞ്ഞാൽ ചെയ്യും, പറയണം, പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, പറയണം എന്നുള്ളതാണ്. പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ്, അനുസരണാശീലമുള്ളവനാണ് മധ്യമനായിട്ടുള്ള ആൾ. അധമഃ അശ്രദ്ധയാ കുര്യാ. അപ്പൊ അധമരായിട്ടുള്ള മക്കളോ ശിഷ്യരോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും, പറഞ്ഞാൽ ചെയ്യും, ചെയ്യാതിരിക്കൊന്നുമില്ല. അശ്രദ്ധയാ കുര്യാത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോരും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, നീ ചെയ്യാണ്ടിരുന്നിട്ട് അതിൻ്റെ ഒരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് അശ്രദ്ധയോട് കൂടിയിട്ട്, ശ്രദ്ധയില്ലാതെ വികലമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടി വരും. അതാണ് അധമന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നചികേതസ് പറയുന്നത്, ഞാനൊരിക്കലും അധമനായിട്ടുള്ളൊരു ശിഷ്യനോ മകനോ ആയിട്ടില്ല. ചിലപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ടാകാം, എന്നാലും പറയുന്ന സമയത്ത് അത് ശ്രദ്ധയോട് കൂടിയിട്ട് അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്ത് കാര്യത്തിനായിരിക്കാം അച്ഛൻ എന്നെ യമന് കൊടുക്കുന്നു തീരുമാനിച്ചത്. ഇഷ്ടമില്ലാത്ത ഒരാളല്ലേ യമനൊക്കെ കൊടുക്കുക. കാലന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള ഒരാളെയൊന്നും കൊടുക്കില്ലല്ലോ. അപ്പൊ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ കാര്യം? മാത്രമല്ല, തന്നെ കൊണ്ട് ഇനി യമൻ എന്തായിരിക്കും പ്രയോജനം ഉണ്ടാവുക? ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും തന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാവും. എന്നാൽ യമൻ എന്തായിരിക്കും തന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിലും, ഇപ്പൊ കഠോപനിഷത്തിലെ പ്രത്യേകത, മന്ത്രങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല മന്ത്രങ്ങളും പരസ്പരം ചേർച്ചകൾ ഇല്ലാതെയാണ് പോകുന്നത്. കാരണം അതവിടെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചതായിട്ടുള്ള ആ കുട്ടി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ചെറിയൊരു പശ്ചാത്താപമൊക്കെ തോന്നി. പലപ്പോഴും അങ്ങനെയാണല്ലോ, കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാവുക. നേരത്തെ പറഞ്ഞു ദേഷ്യത്തോടു കൂടിയിട്ടാണ് നചികേതസിന്റെ പിതാവ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്, അയ്യോ താനിപ്പോൾ എന്താ പറഞ്ഞത്? തൻ്റെ മകനെ മൃത്യുവിന് കൊടുക്കുന്നുള്ളതോ, മരണത്തിന് കൊടുക്കുന്നു? അയ്യോ കഷ്ടായി പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും സങ്കടം ഉണ്ടായി. കാരണം വാക്ക് പറഞ്ഞുപോയി. വാക്ക് സത്യമായിട്ടുള്ളതാണ്, വാക്ക് അഗ്നിയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കിന് താനിനി എന്തു ചെയ്യും എന്ന് വിചാരിച്ച് ആലോചനാമഗ്നനായി നിൽക്കുന്നതായ പിതാവിൻ്റെ അടുത്തേക്ക് കുട്ടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അനുപശ്യയഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യഃ പശ്യതേ സസ്യമിവാജായതേ പുനഃ. അനുപശ്യ, ആലോചയ. ഹേ അച്ഛ, അങ്ങ് ആലോചിക്കൂ. യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ. യഥാ പൂർവേ,
പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്നതിനെ ആലോചിക്കൂ എന്ന് പറയുക. കാരണം തൻ്റെ മകൻ, വാത്സല്യഭാജനമായിട്ടുള്ള മകനെയാണ് മരണത്തിന് കൊടുക്കുക എന്ന് തീരുമാനിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. അതിനെ മാറ്റിയാലോ? മരണത്തിന് കൊടുക്കാൻ ഇഷ്ടമില്ല. അപ്പൊ അതിനെ കൊടുക്കാതിരുന്നാലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പുത്രനായിട്ടുള്ള നചികേതസ് അവിടെ ചെന്ന് പറയുന്നത്, അനുപശ്യ യഥാ പൂർവേ, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യത്തെ അങ്ങ് ഓർക്കൂ. കാരണം സത്യത്തെ പരിപാലിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ പൂർവികർ. ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ മാറ്റാത്തവരാണ്. അതുകൊണ്ട് പൂർവേ അതിക്രാന്താഹ പിതൃപിതാമഹാദയ, അങ്ങയുടെ അച്ഛനോ നമ്മുടെ മുത്തശ്ശനോ അല്ലെങ്കിൽ പിതാമഹന്മാരെല്ലാവരും സത്യത്തിൽ നിഷ്ഠയുള്ളവരായിരുന്നു, വാക്ക് പാലിച്ചിരുന്നവരായിരുന്നു. അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ പൂർവികർക്ക് പോലും കളങ്കമുണ്ടാവും. അതുകൊണ്ട് പൂർവികരുടെ വൃത്താന്തത്തെ അങ്ങ് ഓർക്കൂ. അനുപശ്യ, അതുപോലെ തന്നെ പ്രതിപശ്യ തഥാപരേ, വർത്തമാനകാലീനം അപരേ. പൂർവ്വകാലത്തുള്ള ആളുകളുടെ കാര്യത്തെ പറഞ്ഞു. പൂർവികരാണെങ്കിലും ശരി, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ആചാരം എന്നുള്ളത്, മുൻപുണ്ടായിരുന്നത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാലിക്കുക എന്നുള്ളത്, ഇത് പൂർവ്വകാലത്ത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. തഥാ അപരേ വർത്തമാനേഷ്വപി, വർത്തമാനകാലത്തും അങ്ങനെ തന്നെയാണ്. യോഗ്യരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ എന്ന് പറയപ്പെടുന്നത് വാക്ക് പാലിക്കുന്നവരാണ്. സാധവഃ യഥാ വർത്തന്തെ, വർത്തമാനകാലത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. തേഷു മൃഷാകരണം വൃത്തം, അവരിൽ ഒരിക്കലും വാക്ക് മാറ്റുക എന്നുള്ളതായ ഒരു പ്രവൃത്തി, കളവ് പറയുക എന്നുള്ളതായ ഒരു പ്രവൃത്തി അവർക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സത്കീർത്തി ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഈ കാലത്തുള്ള ആളുകളെയും ശ്രദ്ധിക്കൂ. ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളൊക്കെ വാക്ക് പാലിക്കുന്നവരാണ്. മാത്രമല്ല സസ്യമിവ മർത്യഃ പച്യതേ, അവിടെ ആചാര്യസ്വാമി ഭാഷ്യത്തിൽ ചേർക്കുന്നതായിട്ടുള്ള വാക്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ്. കഠോപനിഷത്തിന്റെ ഒക്കെ ഭാഷ്യം വളരെ സുന്ദരമായിട്ടുള്ളതാണ്. എന്നുവെച്ച മൃഷാകൃത്തോ കസ്യത് അജരാമരോ ഭവതി, കളവ് പറഞ്ഞിട്ടെന്താ 1000 കൊല്ലം ജീവിക്കാൻ പോകണമെന്നുള്ളതാണ് ചോദ്യം, അല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ കാര്യങ്ങൾ നേടാൻ വേണ്ടി പലതും പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ ഭൂലോകം മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കുമോ? ഇനി നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കളവ് പറഞ്ഞ് കുറെ സമ്പത്ത് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വെക്കുക, ഈ സമ്പത്ത് നിങ്ങൾക്ക് എത്ര കാലം നേടിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും? 1000 കൊല്ലം നിങ്ങൾക്ക് ഈ സമ്പത്തും അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ? ഇനി അടുത്തത് പറയുന്നുണ്ട്, ശോഭാവോ മർത്യസയതന്തകൈതത്, നാളെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ അവസാനം ഇതിന് ബാക്കിയാവുന്നത് എന്താണ്? ഈ കളവും അധർമ്മവും ചെയ്തതായിട്ടുള്ള ആ പാപഫലം മാത്രമാണ് നമുക്ക് ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ. പൂർവികരും വർത്തമാനത്തിലുള്ള ആളുകളൊക്കെ ചെയ്തിരുന്ന സത്കർമ്മങ്ങളെ, സജ്ജനങ്ങളുടെ പ്രവർത്തികളെ അങ്ങ് ആലോചിക്കൂ, അതിനെ പിന്തുടരാൻ ശ്രമിക്കൂ. അതുകൊണ്ട് മൃഷ, കളവ് പറയുക എന്നുള്ളതിനെ ഒഴിവാക്കൂ. സസ്യമിവ മർത്യഃ പച്യതേ സസ്യമിവാജായതേ പുനഃ. ലോകത്ത് നോക്കിക്കഴിഞ്ഞാലും മനുഷ്യരെന്നുള്ളത് സസ്യമിവ പച്യത്തെ എന്നുള്ളതാണ്. എപ്രകാരമാണോ ചെടികൾ, നെല്ലൊക്കെ മുളച്ചു വരുന്നു, അതങ്ങനെ വലുതായി വരുന്നു, അതിൽ വിത്തുണ്ടാവുന്നു, നെല്ലുണ്ടാവുന്നു, ക്രമേണ അത് ജീർണിക്കുന്നു, അവസാനം കൊഴിഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. എല്ലാം അങ്ങനെയാണ്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ അവസ്ഥ? നമ്മുടെ യൗവനാവസ്ഥ, ബാല്യാവസ്ഥ ഉണ്ടാവുന്നു, ബാല്യം, കൗമാരം, യൗവനം, പിന്നീട് അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു, ജരാനരകളൊക്കെ ഉണ്ടാകുന്നു, അവസാനം മരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണല്ലോ എല്ലാവരുടെയും അവസ്ഥ. എപ്രകാരമാണ് ഒരു സസ്യം ഉണ്ടായി വളർന്ന് അത് പിന്നീട് ക്ഷയിച്ച് നശിക്കുന്നത്, ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. മർത്യഃ പച്യതേ സസ്യമിവ അജായതേ പുനഃ. മരിച്ചു കഴിഞ്ഞാലോ എപ്രകാരമാണോ വീണ്ടും മുളച്ചു വരുന്നത്, അതുപോലെ തൻ്റെ കർമ്മഫലങ്ങളുമായിട്ട് മനുഷ്യൻ വീണ്ടും ജനിച്ചു വരുന്നു. ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ജന്മമരണങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് എന്തിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളവ് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ തൻ്റെ വാക്ക് പാലിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് അച്ഛാ, അങ്ങ് തീർച്ചയായിട്ടൊരു വാക്ക് പറഞ്ഞതല്ലേ, ഞാനതിനെ പാലിക്കാൻ സന്നദ്ധനാണ്, അച്ഛനും അതിനെ പാലിക്കാൻ തയ്യാറാകണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് പിന്നീട് അടുത്ത മന്ത്രത്തിലേക്ക് തുടങ്ങുന്നത് യമലോകത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അതിലിടയ്ക്ക് കുഞ്ഞ് യമലോകത്തേക്ക് പോയി തുടങ്ങിയിട്ടുള്ളത് മുഴുവൻ അതിലൂടെ അന്തർഭൂതമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നവിടെ പറയുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനോട് അനുമതി വാങ്ങിച്ച് നചികേതസ് നേരെ യമലോകത്തേക്ക് പോയി എന്നുള്ളതാണ്. എങ്ങനെ പോയി എന്നുള്ളതൊന്നും ഉപനിഷത്തിന്റെ വിഷയമല്ല, അല്ലേ? അതൊരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണോ പോയത്? കാരണം ഉപനിഷത്തിലെ ഈ കഥകൾക്കല്ല പ്രാധാന്യമുള്ളത്. നചികേതസ് ശരീരത്തോടു കൂടിയിട്ടാണോ പോയത്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടാണോ പോയത് എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ലാത്തത് കൊണ്ടാണ് പ്രതിപാദിക്കാത്തത്. ഒരു ആഖ്യായിക ഇതിന് തത്വത്തെ പറയാൻ വേണ്ടി രൂപപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രാധാന്യം കിടക്കുന്നത് ഇനി നചികേതസിനോട് യമൻ കൊടുക്കുന്ന ഉപദേശത്തിനാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അതൊന്നും അത്ര പ്രസക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏത് നിലയ്ക്കാണെങ്കിലും ശരി, അദ്ദേഹം അവിടെ നിന്ന് പോയി. സത്യതായൈ പ്രേഷയാമാസഹ, അങ്ങനെ തൻ്റെ വാക്കിൻ്റെ സത്യതയ്ക്ക് വേണ്ടി ഈ നചികേതസിനെ യമലോകത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഇപ്പൊ യമലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ താമസിക്കുന്ന, യമൻ ദേവനാണ്. അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ സ്ഥാനത്താണ് യമനുള്ളത്. അതിനി അടുത്ത മന്ത്രങ്ങളിൽ നമുക്ക് വ്യക്തമാവും. അവിടെ പറയുന്ന സമയത്ത് നചികേതസും യമനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ യമൻ ദേവനാണ്. അതുകൊണ്ട് തന്നെ ദേവസ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. അവിടെ നിന്ന് ജീവന്മാരെ പല സ്ഥലത്തേക്കും വിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതാണെങ്കിലും യമഭവനത്തിൽ നമ്മുടെ നചികേതസ് എത്തി. നചികേതസ് എത്തിയ സമയത്ത് യമനാണെങ്കിലോ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരുന്നു. കാര്യാന്തരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എവിടേക്കോ പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. 3 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. താമസിക്കേണ്ടി വന്നു. വൈശ്വാനര പ്രവിശത്യതിഥിർബ്രാഹ്മണോ ഗൃഹാൻ തസ്സീതാം ശാന്തിം കുർവന്തി ഹര വൈവസ്വതോദകം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് യമൻ തിരിച്ചു വന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ യമം അമാത്യ ഭാര്യാവാ ഊച്ചുഹു, യമന്റെ ഭൃത്യന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്നിയോ യമനോട് പറയുകയാണ്, ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നിട്ടുണ്ട്, 3 ദിവസമായി വന്നത്, അദ്ദേഹത്തിനാണെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിഥിയാണ് വന്നിട്ടുള്ളത്, അതിഥി അഗ്നിയാണ്. അതിഥിയെ സൽക്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതിഥിയെ തൃപ്തിപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ ആ ഗൃഹസ്ഥന്റെ സകല പുണ്യങ്ങളും അപഹരിക്കുമെന്നുള്ളതാണ്. ഏതൊരു അതിഥിയാണോ വീട്ടിൽ വന്ന് അദ്ദേഹം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാൻ സാധിക്കാതെ നിരാശനായിട്ടൊരു ഗൃഹത്തിൽ നിന്ന് ഒരു അതിഥി പോകുന്നത്, ആ ഗൃഹസ്ഥന്റെ സകല പുണ്യങ്ങളും അപഹരിച്ചു കൊണ്ടാണ് പോകുന്നത്. അത് യമന്റെ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതിഥിയുടെ മഹത്വം എത്രയുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആ ശാന്തിക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ തൃപ്തനാക്കാൻ വേണ്ടി, ഹര വൈവസ്വത ഉദകം, ഹേ വൈവസ്വത ഉദകം ആഹര എന്ന് പറയും. അദ്ദേഹത്തിന് കയ്യും കാലും കഴുകുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ജലം കൊണ്ടുവരൂ, അദ്ദേഹത്തിന് വേണ്ട പാദ്യാദികളൊക്കെ കൊടുക്കൂ, സൽക്കരിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സത്കരിക്കുകയാണ്. സത്കരിച്ച് ഇവിടെ യമൻ പിന്നീട് പറയുന്നുണ്ട്, ആശാപ്രതീക്ഷേ സംഗതം സുഹൃതാം ച ഇഷ്ടാപൂർത്തേ പുത്ര പശുശ്ച സർവാൻ ഏതദ്ഭൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. അദ്ദേഹത്തിന്റെ പാദോ പ്രക്ഷാളനാദികളൊക്കെ കഴിച്ച് ഇവിടെ യമൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ആശാപ്രതീക്ഷേ സംഗതം സുഹൃതാം ച. ആശ എന്നുള്ളത് നമുക്ക് ജ്ഞാതമായിട്ടുള്ള വിഷയത്തിലുള്ളതായ ഒരു ആഗ്രഹത്തെയാണ് പറയുന്നത്. ആശ, അതുപോലെ പ്രതീക്ഷ. ആശ എന്നുള്ളത് അജ്ഞാതമായിട്ടുള്ള, നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിലാണ് ആശ എന്ന് പറയുന്നത്. ഉറപ്പുള്ളതിലാണ് പ്രതീക്ഷ. അനിർജ്ഞാതമായിട്ടുള്ള വസ്തുവിലുള്ള ആഗ്രഹത്തെ നമുക്ക് ആശ എന്ന് പറയും. നിർജ്ഞാതമായിട്ടുള്ളത്, അറിയാവുന്നത്, കയ്യിൽ കിട്ടിയിട്ടില്ല, അത് കിട്ടാനുള്ളതിന് പ്രതീക്ഷ എന്ന് പറയും, കാത്തിരിക്കും. അങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ ഈ അതിഥി അദ്ദേഹത്തെ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ, സൽക്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ഈ അതിഥി കൊണ്ടുപോകുമെന്നുള്ളതാണ്. പുണ്യത്തിന്റെ ഫലം മുഴുവൻ കൊണ്ടുപോകും എന്നുള്ളത് ഇവിടെ യമൻ തന്നെ പറയുകയാണ്. ഏതൊരു ആളാണോ, അതിഥിയാണോ വീട്ടിൽ വന്ന്
ഇവിടെ ഉപവസിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് അങ്ങ് തൃപ്തനായി എൻ്റെ പുണ്യത്തെ എനിക്ക് തിരിച്ചു നൽകണം, അതുകൊണ്ട് അങ്ങ് തൃപ്തനായി തീരണം, ശാന്തനായി തീരണം, അതിനുവേണ്ടി ഞാൻ അങ്ങേക്ക് 3 വരങ്ങൾ നൽകാം എന്നുള്ളതാണ്. 3 ദിവസമാണല്ലോ അങ്ങ് ഇവിടെ ഉപവസിച്ചത്. അതുകൊണ്ട് തിസ്രോ രാത്രി യഥാവാസീത് ഗൃഹേ മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർനമസ്യ. സാക്ഷാൽ യമൻ തന്നെ അതിഥിയായിട്ടുള്ള കുമാരനായിരിക്കുന്ന നചികേതസിന് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമസ്കാരം പറയുന്നു. അങ്ങ് 3 ദിവസം ഇവിടെ ഉപവസിച്ചതുകൊണ്ട് 3 വരങ്ങൾ ഞാൻ അങ്ങേക്ക് തരാം. നമസ്തേ അസ്തു ബ്രഹ്മൻ സ്വസ്തി മേ അസ്തു. പ്രാർത്ഥിക്കുകയാണ്